തീർച്ചയായിട്ടുമല്ല, അത് കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വേണം അതിന് ഒരു പരിഹാരം കാണാൻ. പക്ഷേ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ടെമ്പററി ആയിട്ട് ചെയ്തു എന്ന് മാത്രമേ നമ്മൾ കണക്കാക്കാൻ കഴിയുള്ളൂ. ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിന് ശാശ്വത പരിഹാരം കാണണം. പ്രത്യേകിച്ചും പല സ്ഥലങ്ങളിലും ഇടിഞ്ഞു താഴ്ന്ന കാരണം. സർ, ഈ നിലവിൽ എന്തായിരിക്കും ഒരു കാരണം ഇങ്ങനെയുള്ള ഒരു വിള്ളലിനൊക്കെ? വിള്ളലിന് കാരണം പല കാരണങ്ങളാകാം. ഇപ്പം ദൂരെ ഇരുന്നുകൊണ്ട് അതിനെപ്പറ്റി ഒരു വിശകലനം ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. എന്നൊരിക്കലും ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ അത് ഈ അലൈൻമെന്റ് പോയിരിക്കുന്ന സ്ഥലത്തിന് ഇത്രയും മണ്ണിൽ പിന്നെ വരുന്ന വെള്ളത്തിന്റെയും ഭാരം താങ്ങാൻ കഴിയുമോ എന്നുള്ളത് അതിന് ജിയോ ടെക്നിക്കൽ സ്റ്റഡി നോക്കിയിട്ട് അതിന്റെ വാല്യൂസ് ഡിറ്റർമിൻ ചെയ്യണമായിരുന്നു. ഞങ്ങൾ തിരുവനന്തപുരത്ത് ഈ ഒരു ചെറിയ റോഡ് ചെയ്യുമ്പോൾ തന്നെ കിംസിന്റെ മുമ്പിൽ കൂട്ടുള്ള റോഡ് ചെയ്യുമ്പോൾ തന്നെ പ്രദേശത്തിന്റെ ഈ ബെയറിംഗ് കപ്പാസിറ്റി നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അത് നോക്കി മോശമാണെന്ന് കണ്ടപ്പോൾ അത് സിവിലൈസേഷൻ മെഷേഴ്സ് എടുത്തിട്ടാണ് നമ്മൾ പിന്നെ ചെയ്യുന്നത്. അത് ചെയ്തോ എന്നറിയില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോരായിരുന്നു, അതിൻ്റെ ഉള്ള പോരായ്മയാണെന്നാണ് ഈ ഇടിഞ്ഞു താഴുന്നത് കാണിക്കുന്നത്. അത് ഒന്ന്. രണ്ടാമത്തേത്, ഈ റോഡ് ചെയ്യുമ്പോൾ അതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി, പ്രോസസ് ക്വാളിറ്റി, എക്സിക്യൂഷൻ ക്വാളിറ്റി ഉണ്ട്. ഈ മൂന്നെണ്ണവും നോക്കുവാനായിട്ട് അവിടെ ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ എന്നൊരു സംവിധാനമുണ്ട്. കാരണം നാഷണൽ ഹൈവേയുടെ ഈ BOT പ്രോജക്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ റോബസ്റ്റ് ഒരു സിസ്റ്റമാണത്. ആ സിസ്റ്റത്തിനെ മിസ്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ മിസ്യൂസ് ചെയ്യാൻ പഴുതുകളുണ്ട് എന്നുള്ള യാതൊരു സംശയവുമില്ല. അപ്പം ഈ പ്രോസസ് ക്വാളിറ്റി പ്രോപ്പർ ആയിരുന്നില്ല എന്നാണ് എനിക്ക് പെട്ടെന്ന് തോന്നുന്നത്. അതായത് കോമ്പാക്ഷനും അതിനെ മണ്ണ് ഫില്ല് ചെയ്തുള്ള കോമ്പാക്ഷനും അതും പോരായിരുന്നു എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. അതിന് ഗ്രൗണ്ട് ജിയോ ടെക്നിക്കൽ എക്സാമിനേഷനിൽ അത് പാസ് ചെയ്തെങ്കിൽ പിന്നെ പ്രോസസ് ക്വാളിറ്റിയിലുള്ള പ്രശ്നമാണ്. അതിന്റെ കോമ്പാക്ഷൻ ഒന്നും പ്രോപ്പർ ആയിരുന്നില്ല എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ പലയിടത്തും ഈ ക്രാക്കുകൾ പിച്ചിങ് വാളിൽ വന്നത് അത് അഭിലഷണീയമല്ല. കാരണം അത് ക്രാക്ക് ചെയ്യാൻ പാടില്ല. ആ കല്ലുകൾ തള്ളി വെളിയിലേക്ക് വരാം മാക്സിമം. ആ കല്ലുകൾ ക്രാക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ക്രാഷ് ബാരിയർ പൊടിഞ്ഞു പോയതായിട്ട് കാണുന്നു. ഇതൊക്കെ ക്വാളിറ്റി ഓഫ് കൺസ്ട്രക്ഷനും നോക്കേണ്ടതാണത്. നിലവിൽ ഇങ്ങനെ ഒരു വിള്ളൽ ഉണ്ടാകുക അല്ലെങ്കിൽ റോഡിന് ഒരു അപാകത സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ മെയിൻ്റനൻസ് ചെയ്യുന്നത് കമ്പനിയുടെ ഉത്തരവാദിത്തം തന്നെയല്ലേ? അതോ ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അധികൃതർ ഇത് ഇൻഫോം ചെയ്യണോ? എങ്ങനെയാണ് അതിന്റെ ഒരു നടപടിക്രമം? ഇതിപ്പോ ഇതിന് രണ്ടുത്തരം പറയാനുണ്ട്. ഒന്ന്, തീർച്ചയായിട്ടും ഇതിന്റെ കോൺട്രാക്ടർ അഥവാ കൺസെഷനെയർ എന്ന് പറയുന്ന ആ കമ്പനിയുടെ ഉത്തരവാദിത്തം ആയിട്ട് തന്നെ മാറും. പക്ഷെ അവര് അതില് ഈ ഒരു സിറ്റുവേഷനിലേക്ക് നയിച്ച സീക്വൻസ് ഓഫ് ഇവന്റ്സ് നോക്കിയിട്ട് ഇതിൽ ആരാണ് ഉത്തരവാദി എന്നുള്ളത് കണ്ടുപിടിക്കുവാനായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ അതിന് വേണ്ടി വരും തീർച്ചയായിട്ടും. രണ്ടാമത്തേത് എനിക്ക് പറയാനുള്ളത്, ഞാൻ വർക്ക് ചെയ്ത കമ്പനി 22 എക്സ്പ്രസ് വേ അസറ്റ്സ് ഇന്ത്യയിലുണ്ടായിരുന്നു. ഞങ്ങൾ കൺസ്ട്രക്ട് ചെയ്ത് 15 വർഷം പരിപാലിക്കാനുള്ള കോൺട്രാക്ട് പലതും ഹാൻഡ് ഓവർ ചെയ്ത് തിരിച്ച് ഇവിടെ എങ്ങും ഇതുപോലൊരു ഇഷ്യൂ നമുക്ക് വന്നിട്ടില്ല. അപ്പം അത് വെച്ചിട്ട് ഞാനിത് കുറച്ച് പഠിച്ചപ്പോൾ, മുമ്പ് ഇതുപോലെ പ്രശ്നങ്ങൾ വന്നപ്പോൾ പഠിച്ചപ്പോൾ, ഈ നാഷണൽ ഹൈവേ അതോറിറ്റി വളരെ റോബസ്റ്റ് ഒരു സിസ്റ്റമാണ്. പക്ഷെ അവർക്ക് കേരളത്തിൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നതായിട്ട് കാണുന്നുള്ളൂ. അതിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇവിടുത്തെ രാഷ്ട്രീയ അതിപ്രസരം, രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഒരുപാട് കോൺട്രാക്ടർക്കും ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർക്കും വരുന്നുണ്ട്. ആ കോൺട്രാക്ടർക്ക് അവർക്കും ഐക്കും ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർക്കും വരുന്ന സമ്മർദ്ദം കാരണം പലയിടത്തും കണ്ണ് അടച്ചു കളയുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുന്നത്. അത് വേറെ ഒരു സ്റ്റേറ്റിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ഇവിടുത്തെ രാഷ്ട്രീയ അതിപ്രസരം കാരണം വരുന്ന ഇഷ്യൂ ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പലപ്പോഴും പണി തീർത്ത് ഇനോഗ്രേറ്റ് ചെയ്യാൻ ഇപ്പൊ ഒരു ചെറിയ ഉദാഹരണം പറയാണ്. ഇവിടെ അങ്ങനെ സംഭവിച്ചത് എനിക്കറിയില്ല. ഞാൻ റോഡ് പ്രോജക്ട് ചെയ്യുമ്പോൾ എനിക്കറിയാം. അത് അടുത്ത ആഴ്ച ഇനോഗ്രേറ്റ് ചെയ്യണം എന്ന് ബന്ധപ്പെട്ട മന്ത്രി പറഞ്ഞാല് അത് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. അത് പക്ഷെ ഞാനത് പറ്റില്ല എന്നുള്ള പറയുമായിരുന്നു. പണി പ്രോപ്പറായിട്ട് തീർന്നിട്ട് ചെയ്യൂ എന്നുള്ള സ്റ്റാൻഡിങ് എടുക്കുമായിരുന്നു. പക്ഷെ പലയിടത്തും ഞാൻ ഈ നാഷണൽ ഹൈവേ എക്സിക്യൂഷൻ കാണുന്നത് അതിന് സമ്മർദ്ദത്തിനൊക്കെ വഴങ്ങി പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാതെ മുമ്പോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ്.
എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.